പുത്തേഴത്തമ്പിക എന്ന് പറഞ്ഞാൽ നാട്ടില് പലരും അറിയും. ഓ, അപ്പോ സിനിമാ നടിയാണല്ലേ? സോറി, ഞാൻ ഈ കൂട്ടരുമായിട്ടൊന്നും വലിയ പരിചയമില്ല. കെട്ടുമട്ടും കണ്ടപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. സിനിമയിൽ ഏതാ വകുപ്പ്? ബഫൂൺ പാർട്ടാണോ? ഓ, പൂക്കാട സാർ തമാശിച്ചതാണോ? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളവരോട് എങ്ങനെയായിരിക്കും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മോനൊരുത്ത സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചു എന്ന് വെച്ച് സിനിമയിൽ വേഷം കെട്ടി ആടേണ്ട ഗതികേടൊന്നും ഞങ്ങൾ പുത്തേഴത്തെ പെണ്ണുങ്ങൾക്ക് ഇല്ല മിസ്റ്റർ. ഓ, അപ്പോ സിനിമാ നടന്റെ അമ്മയാണ് അല്ലേ? ആ, അപ്പൊ പിന്നെ ഇത്രയും വെച്ച് കേട്ടൊക്കെ ആവാം. പറയുന്നതുകൊണ്ട് മാഡത്തിന് മുഷിയരുത്. നമ്മൾ ആരാണെന്നും വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും ഇപ്പോഴും എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. എന്റെ പെങ്കൊച്ചിനെ ഇവിടുന്ന് തല്ലി ഇറക്കിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. എന്താ, അവക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് കരുതിയോ നിങ്ങള്? ഇപ്പോഴും മനസ്സിലായില്ലേ? ഗായത്രിയുടെ ആന്റിയാ ഞാൻ. എന്റെ ഭർത്താവിന്റെ പെങ്ങളുടെ മകളാവള്. ഓ, അപ്പൊ ആന്റി ആ വഴിക്ക് വന്നതാണല്ലേ? ശരി, എന്നാ പിന്നെ ആന്റി വന്ന കാര്യം പറഞ്ഞാട്ടെ. പറയാനൊന്നുമില്ല. എന്ത് കാരണം കൊണ്ടാ നിങ്ങൾ അവളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയെന്ന് എനിക്കറിയണം. അവളിവിടെ വെറുതെ വലിഞ്ഞു കയറി വന്നൊന്നും അല്ലല്ലോ. നിങ്ങളുടെ മോൻ താലി കെട്ടി കൂടെ താമസിപ്പിക്കുന്ന പെണ്ണാ. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടെ താമസിപ്പിക്കാനും വേണ്ടാന്ന് തോന്നുമ്പോ അടിച്ചു കളയാനും ഒന്നും പറ്റില്ല. പിന്നെ ഈ ഞാനെന്തിനാ അവളുടെ ആന്റിയാന്നും പറഞ്ഞ് നടക്കുന്നത്? ഓ, അങ്ങനെ. അല്ല, ഈ ആന്റി ഇതുവരെ എവിടെയായിരുന്നു? മുമ്പ് ഈ റൂട്ടിലെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാൻ എവിടെയായാലും നിങ്ങൾക്കെന്താ? ദേ, മേനോ ചേട്ടനും പ്രഭയും മരിച്ചതിന് ശേഷം ഈ രണ്ട് പെൺകുട്ടികളുടെയും കാര്യങ്ങൾ നോക്കി നടത്തിയത് ഞാനാ. ആ ഇളയ പെണ്ണ് തന്നിഷ്ടം കാണിച്ച് അവളെ ഇറക്കിക്കൊണ്ട് അവിടുന്ന് പോയില്ലായിരുന്നെങ്കിൽ അതുങ്ങളെ രണ്ടുപേരെയും ഞാൻ എപ്പോഴേ ഒരു കരക്കടുപ്പിച്ചേനെ. അവരങ്ങനെ തന്നിഷ്ടം കാണിച്ച് ഇറങ്ങിപ്പോയി എന്ന് കരുതി എനിക്കവരെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ തിരക്കി നടന്ന കൂട്ടത്തിലാ ഗായത്രി ഇവിടുത്തെ ചെക്കൻ കെട്ടി കൂടെ താമസിപ്പിച്ചിരിക്കാന്ന് അറിഞ്ഞത്. എന്നാ ഒന്ന് പോയി അന്വേഷിച്ചു വരാമെന്ന് കരുതി ഇറങ്ങിയതാ. വന്നപ്പോ കണ്ട കാഴ്ചയോ ഗംഭീരാകുകയും ചെയ്തു. ആരുമില്ലാത്തൊരു അനാഥ പെണ്ണിനെ എങ്ങനെ പിടിച്ച് പുറത്താക്കാൻ പൂക്കാട സാർ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാതെ പോയോ? ആരാ പാപ്പിച്ചായത്? ഒരു പാവം ആന്റി അടിമോളെ, പക്ഷെ ഭയങ്കര മനസാക്ഷിയുള്ള കൂട്ടത്തിലാ. അവളുടെ ക്ഷേമം അന്വേഷിച്ച് വന്നതാ. വന്നപ്പോ കണ്ട കാഴ്ച ഈ ആന്റിക്ക് അത്ര പിടിച്ചില്ല പോലും. കഷ്ടം. നിങ്ങളെന്താ ആളെ കളിയാക്കാണോ? ആ പെങ്കൊച്ചിനെ കൊണ്ട് ഞാനൊരു പരാതി എഴുതി കൊടുപ്പിച്ചാലുണ്ടല്ലോ, തന്തയും മക്കളും ഒക്കെ അങ്ങ് കോടതിയിൽ വന്ന് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. ആ, എന്നാ പിന്നെ അതാ നല്ലത്. ആന്റി അമ്മച്ചി എന്ന് ഒരു ഇൻഡാസ് എഴുതി കൊടുത്താട്ടെ. എഴുതുമ്പോ ആ കടലാസിൽ ഇത്തിരി സ്ഥലം മാറ്റിയിട്ടേക്കണേ. കൂട്ടത്തിൽ ഞങ്ങൾ കൂടി ചിലത് എഴുതി പിടിപ്പിക്കാനുണ്ടേ. നിങ്ങൾ ഇനി എന്തെഴുതി പിടിപ്പിച്ചാലും അതൊന്നും കോടതിയിൽ ഏശാൻ പോകുന്നില്ല. ഭാര്യയെ ഭർത്തൃ വീട്ടുകാരെ പീഡിപ്പിച്ചാലേ ഇനി അത് എന്തിന്റെ പേരിലായാലും വകുപ്പ് നിയമമൊക്കെ വേറെയാ സാറേ. നിങ്ങളിത് എന്നെ അറിഞ്ഞിട്ടാ പെണ്ണുപിള്ള ഈ കിടന്ന് പ്രസംഗിക്കുന്നത്? കല്യാണം കഴിഞ്ഞാലല്ലേ ഉള്ളൂ ഞങ്ങൾ അവളുടെ ഭർത്തൃ വീട്ടുകാരാവുന്നത്. കല്യാണം കഴിയാതെ കഴിഞ്ഞെന്നും അതിന്റെ പേരിൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ച് ജീവിക്കുന്നവർക്ക് ഈ പറയുന്ന നിയമവും കോടതി ഒന്നും ബാധകമല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടായോ? അപ്പോ കല്യാണം കഴിഞ്ഞില്ലായിരുന്നോ? പക്ഷേ അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. ആ, അങ്ങനെയല്ല ഞങ്ങളും ആദ്യം അറിഞ്ഞത്. അതുകൊണ്ടാ പൊന്നുമോൾ ഇത്രയും നാൾ ഇവിടെ ഉണ്ടു ഉറങ്ങി കഴിഞ്ഞത്. കള്ളത്തരം കാട്ടി കുടുംബത്ത് കയറി കട്ടുമുടിച്ചോളെ തല്ലി പുറത്താക്കാതെ പിന്നെ എന്നാ വേണോന്ന് ആന്റി പറയുന്നത്? പൂവിട്ട് പൂജിക്കണോ? ദേ, അവളെ നിങ്ങളെയും പിടിച്ച് കൈയോടെ പോലീസിൽ ഏൽപ്പിക്കണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പൊക്കോണം. അയ്യോ, സത്യമായിട്ടും ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ, എന്നാ ഇപ്പൊ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് സിനിമാടന്റെ അമ്മ പോവാൻ നോക്കിയാട്ടെ. ഈ പെണ്ണിത് എന്ത് ഭാവിച്ച മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. സോറി കേട്ടോ. അങ്ങനെ ഒരു കാര്യമില്ലാതെ അവളെ നിങ്ങൾ പുറത്താക്കില്ലെന്ന് ആർക്കാ തോന്നാത്തത്? അത്രയ്ക്ക് കണ്ണി ചോരയില്ലാത്തവരല്ലല്ലോ പൂക്കാടന്മാര്. ഞങ്ങളുടെ കണ്ണിലെ ചോരയുടെ അളവെടുക്കാൻ നിൽക്കാതെ ആ നാശത്തിനെ പിടിച്ചോണ്ട് ഇറങ്ങി പോകല്ലേ. ഇല്ലേ രണ്ടിനെയും പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യില്ലേ. ഞാനൊരു പാവാണേ. എന്നാ ഞാൻ പോട്ടെ. വരട്ടെ മോളെ.
പാപ്പിച്ചായ ഇവർ ഇന്ന് തന്നെ അവളെ അന്വേഷിച്ച് ഇവിടെ വരാൻ കാര്യം എന്നതാ? ഇനി ഇതിന്റെ പിന്നിലും എന്നതേലും കളിയുണ്ടോ? എന്ത് കളി? കളിക്ക് നിന്ന ആ തള്ളയുടെയും കൂടി വിധി, അത്ര തന്നെ. മോനെ, അന്നമ്മച്ചി, അവളിവിടെ? അപ്പച്ചൻ അവളെ എന്നെ ചെയ്തു? അവള് പോയടാ മക്കളെ. ഇനി നീ അവളെ ഓർത്ത് സങ്കടപ്പെടണ്ട. പോയെന്നോ? എങ്ങോട്ട്? അവൾ അങ്ങനെ തനിച്ചുവിടാൻ പാടില്ല അമ്മച്ചി. അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുന്നേ. മോനെ സണ്ണി, വേണ്ടടാ മക്കളെ, നീ ഇപ്പൊ എങ്ങോട്ടും പോണ്ട. അവള് പോയത് തനിച്ചല്ല, അവളെ അവളുടെ ബന്ധത്തിലുള്ള ഒരു സ്ത്രീയാ വന്ന് കൂട്ടിക്കൊണ്ട് പോയത്. ബന്ധത്തിലുള്ള സ്ത്രീയോ? അമ്മച്ചി, അവൾക്ക് അങ്ങനെ ആരും ബന്ധുക്കളില്ല. പിന്നെ ആരുടെ കൂടെ പോവാനാ? ഇതിലെന്തോ ചതിയുണ്ട്. ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. നീ പോവില്ല. നിന്നെ ഞാൻ എങ്ങോട്ടും വിടുകയില്ല. അവള് പോയത് അവർക്കൊപ്പം തന്നെയാണെന്ന് ഞാനല്ലേ പറഞ്ഞത്? മേനോൻ മരിച്ചതിന് ശേഷം കുറച്ചു നാൾ അവളും അനിയത്തിയും അവരോടൊപ്പം നിന്നതെന്ന് അവര് പറയുന്നത് ഞാൻ കേട്ടതാ. ചിലപ്പോ ബെന്നിച്ചൻ രഹസ്യമായിട്ട് അവരെ വിവരം അറിയിച്ചിട്ടായിരിക്കും നിന്റെ അപ്പച്ചനോട് ഇതൊക്കെ വന്ന് അറിയിച്ചത്. എന്ത് കഷ്ടമാണ് അമ്മച്ചി. എല്ലാം ഒന്ന് നേരെയായി വരുമെന്ന് പ്രതീക്ഷ തുടങ്ങിയതായിരുന്നു ഞാൻ. കുറച്ചു നാൾ കൂടി അവൾക്ക് ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസരം ദൈവം തന്നില്ലല്ലോ. തരില്ലടാ, അതിനുള്ള അവസരം ദൈവം തമ്പുരാൻ നമുക്ക് തരില്ല. എല്ലാവരെയും ഒന്ന് നേരെയായി കാണാൻ ഭാഗ്യമില്ലാത്തവളാ നിന്റെ അമ്മച്ചി. അതുകൊണ്ടാ ഇതൊക്കെ അറിഞ്ഞപ്പോഴേ നിന്നോട് ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നീ കേട്ടോ? ഇനി നീ ആരെയും തേടി പോകണ്ടടാ മക്കളെ. പോകാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഇനി നീ അവളുടെ പിന്നാലെ പോയെന്നറിഞ്ഞ നിന്റെ അപ്പച്ചനും കൂടപ്പിറപ്പുകളും എല്ലാവരും കൂടി ചേർന്ന് നിന്നെയും ഇല്ലാതാക്കും. അമ്മച്ചിക്ക് അത് സഹിക്കാൻ പറ്റില്ലടാ പൊന്നുമോനെ. അമ്മച്ചിക്ക് നിന്നെ വേണം. അമ്മച്ചിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്, നീ എന്നെ വിട്ടു പോവില്ലെന്ന്. അമ്മച്ചിക്ക് പേടിയാടാ മോനെ. ഇവിടെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നേരെയാവാൻ പോകുന്നില്ലടാ. ശാപം കിട്ടിയ വീടാ മോനെ ഇത്. അത്രയ്ക്ക് മഹാപാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരാള് വിചാരിച്ച ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. അതിന്റെ മേൽ അമ്മച്ചിക്ക് ഇനി നിന്നെ കൂടി നഷ്ടപ്പെടാൻ വയ്യടാ പൊന്നുമോനെ. അമ്മച്ചിക്ക് നീ വാക്കുതാ, എന്നെ വിട്ട് നീ എവിടെയും പോവില്ല എന്ന് നിന്റെ അമ്മച്ചിയാ പറയുന്നേ. അമ്മച്ചി, വാ മോളെ. മുത്തേഴത്ത് വീടൊക്കെ ഓർമ്മയുണ്ടോ മോക്ക്? വാ മോളെ, നടക്ക്. ദേ, ഈ നിൽക്കുന്ന ആളെ അറിയോ മോക്ക്? നിന്റെ സുരേന്ദ്രൻ അങ്കിള്. കണ്ട സുരേട്ടാ, ഇവക്ക് നമ്മളെയൊക്കെ ഓർമ്മയുണ്ട്. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ വാവിളിച്ച് നിൽക്കുന്നത്? സുരേട്ടൻ ഇവളെ അങ്ങ് മറന്നുപോയോ? ഇത് നമ്മുടെ ഗായത്രിയാന്നേ. സാരിയൊക്കെ കൊടുത്തപ്പം ഇവളങ്ങ് വലിയ പെണ്ണായി അല്ലേ സുരേട്ടാ? ഇവള് ഗായത്രിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. നിനക്കെന്ത് പറ്റിയെന്നാ? ഇവള് നിനക്ക് എവിടെ നിന്ന് കിട്ടി? കളഞ്ഞു കിട്ടി അല്ലേടി മോളെ? ഓ, നിങ്ങൾ കണ്ണുരുട്ടണ്ട.
ഞാൻ പറഞ്ഞത് തമാശയല്ല. പാവം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇവളെ അടിച്ചിറക്കി. ഓ, പുത്തെഴുത്തമ്മ കാത്തതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തുകയും ചെയ്തു. താമസിക്കുന്നിടത്തുനിന്ന് അടിച്ചിറക്കി വിട്ടുന്നോ? അതിന് ഇവളെവിടെ താമസിക്കുന്നത് നിനക്ക് എങ്ങനെ അറിയാം? അതൊരു കഥയാ സുരേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, പുത്തെഴുത്തമ്മയുടെ കളികളാ. അല്ലെങ്കിൽ ആ മുഹൂർത്തത്തിൽ തന്നെ എന്നെ അടിച്ചോടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവോ? ചെല്ലുമ്പോ കാണുന്ന കാഴ്ച ഇതാ. ഇവളെ ഒരു തടിമാടൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പുറത്തു വിടുന്നു. കാര്യം ഇവിടെ താമസിക്കുമ്പം ഇവളുടെ അനിയത്തിയായിട്ട് ശാശീശു എന്നൊക്കെ ഉണ്ടായെങ്കിലും ഇവളെ അങ്ങനെ വഴി കളഞ്ഞിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുമോ സുരേട്ടാ? ഇതാര് ഗായത്രിയോ? അമ്മയ്ക്ക് ഇവളെ എവിടുന്ന് കിട്ടി? അതൊരു കഥയാടാ മോനെ. അതൊക്കെ നല്ല വിസ്തരിച്ച് പറയാനുണ്ട്. ഇപ്പൊ എനിക്ക് അതിനൊന്നും നേരമില്ല. ഞാനേ ഇവക്ക് വല്ലതും വായിക്ക് രുചിയായിട്ട് വെച്ചു കൊടുക്കട്ടെ. എന്റെ കുഞ്ഞങ്ങ് ആകെ കോലം കെട്ടുപോയി. വാ. അല്ല, നീ എന്താ ഇവനോടൊന്നും മിണ്ടാത്തത്? മോക്ക് മനസ്സിലായില്ലേ? വിനയേട്ടൻ. ആഹാ, അപ്പൊ ഓർമ്മയുണ്ട്. ഇയാൾ ഇതുവരെ എവിടെയായിരുന്നു? അന്ന് ആശുപത്രിയിൽ വെച്ച് കണ്ടത് ഓർമ്മയില്ലേ? ഞാൻ പിറ്റേന്ന് അവിടെ തിരക്കി വന്നിരുന്നു. അപ്പോഴാ തലേന്ന് രാത്രി ഗായത്രി അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നറിഞ്ഞത്. ഇനി ചോദ്യവും പറച്ചിലൊക്കെ പിന്നെ ആവാം. ആദ്യം ഇവളൊന്ന് ഫ്രഷ് ആവട്ടെ. വാ മോളെ, ആന്റി റൂം കാണിച്ചു തരാം. നീയും നിന്റെ അമ്മയും കൂടി ചേർന്ന് എന്താടാ പുതിയതായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന തട്ടിപ്പ്? തട്ടിപ്പോ? എന്ത് തട്ടിപ്പ്? അല്ല, അവള് എവിടെന്നോ കഷ്ടപ്പെട്ട് തപ്പിയെടുത്ത് കൊണ്ടുവന്നത് എന്ത് മനസ്സിൽ കണ്ടിട്ടാന്ന്? എനിക്കെങ്ങനെ അറിയാം? അച്ഛന് വല്ലതും അറിയണമെന്നുണ്ടെങ്കിലേ അമ്മയോട് നേരിട്ട് ചോദിക്കേ, അല്ലാതെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരണ്ട. ഫാദർ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഈ കുഞ്ഞിന്റെ കാര്യം രജിസ്റ്ററിൽ ചേർക്കാഞ്ഞത്. സാധാരണഗതിയിൽ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ പോലീസിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാറാണ് പതിവ്. നിയമവും കീഴ്വഴക്കവും ഒക്കെ എനിക്കും അറിയാം തെരേസ. പക്ഷേ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഇളവ് വേണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതിന് കാരണമുണ്ട്. ഇത് ഒരു അനാഥാലയത്തിൽ വളരേണ്ട കുഞ്ഞല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇതിനെ എന്നെ ഏൽപ്പിച്ചവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ കുഞ്ഞിനെ അതിന്റെ അവകാശികളിൽ നിന്നും അവർ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തതാണെന്ന്. അപ്പൊ എന്തുകൊണ്ടും നല്ലത് നമുക്കിത് പോലീസിൽ ഇൻഫോം ചെയ്യുന്നതല്ലേ ഫാദർ? വരട്ടെ, നമുക്കിതിന്റെ അവകാശികളെ അറിയാമെങ്കിൽ പിന്നെ പോലീസിന് വെറുതെ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ടതുണ്ടോ? ഫാദർ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കുഞ്ഞിന്റെ അവകാശികളെ എനിക്കറിയാവുന്ന ചിലരാണെന്ന് എനിക്കൊരു തോന്നൽ. ആ വഴിക്ക് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഫാദറിനെ അന്വേഷിച്ച് 2 പേര് വന്നിട്ടുണ്ട്. ആരാ പൗലോസേ? അറിയില്ല ഫാദർ, പള്ളിയിലേക്ക് കയറിയിട്ടുണ്ട്. അലൻ ജോസഫ്. ഫാദർ, കുട്ടി ഏതാ? ഞാൻ ഇസബെല്ല. അലന്റെ സ്കൂൾ മുതലുള്ള ഫ്രണ്ടാ. ഗ്രാജുവേഷൻ കഴിഞ്ഞ് എൻ്റെ ഫാമിലി സ്റ്റേറ്റ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അലൻ അവിടെ എൻ്റെ ഒപ്പമായിരുന്നു.
നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നു കുഞ്ഞെ. എങ്കിലും ഈ ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമാവില്ല. ഭയപ്പെടാതിരിക്കൂ, ദൈവം നിന്നോടുകൂടെയുണ്ട്. വരൂ. ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു കുഞ്ഞെ. റാഹേലും ജോസഫും എല്ലാ വിവരങ്ങളും എന്നെ ധരിപ്പിച്ചിരുന്നു. നിന്റെ ഈ ദുരന്തങ്ങൾക്കെല്ലാം ഞാനും കൂടി കാരണക്കാരനാണ്. ദൈവസേവ ചെയ്യുന്ന ഒരു വൈദികന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു. സ്നേഹിക്കുന്ന മനസ്സുകളെ ഒന്നാകാൻ അനുഗ്രഹിക്കുന്നതിന് പകരം കുടുംബത്തിന്റെ അന്തസ്സിനെയും മഹിമയും പറ്റിയൊക്കെ ഞാനും ബാലിശമായി ചിന്തിച്ചുപോയി. അതൊക്കെ അബദ്ധധാരണകളാണെന്ന് കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാൻ? ഏതാ നിന്റെ കൂടെയുള്ള ആ പെൺകുട്ടി? എന്താ അവളുടെ പേരെന്ന് പറഞ്ഞത്? ഇസബെല്ല. ഇസ കുട്ടിക്കാലം മുതൽ എൻ്റെ ഫ്രണ്ടായിരുന്നു. സ്കൂൾ മുതൽ ഡിഗ്രി വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അവളെയും ബ്രദറേയും അവളുടെ പപ്പ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവരവിടെ ഹൂസ്റ്റണിൽ സെറ്റിൽഡാ. ഇവിടുത്തെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇസയുമായി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അവളാ പറഞ്ഞത് കുറച്ചു കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ. ആലോചിച്ചപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയത്. നീ അങ്ങനെ പോയതിൽ ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ നിന്റെ വീട്ടുകാരോട്, കുറഞ്ഞപക്ഷം അനിമോളോടെങ്കിലും നിനക്ക് ആ വിവരം പറയാമായി. അല്ലച്ചാ, ഞാൻ അനിമോൾക്കൊരു കത്തയച്ചിരുന്നു. ആ കത്ത് കിട്ടിയത് കൊണ്ടാണ് നിന്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഇപ്പോഴെങ്കിലും ജീവിച്ചിരിക്കുന്നത്. അനിമോൾക്ക് ഇപ്പൊ വല്ലാത്ത സമയമാണല്ലേ. കർത്താവ് തമ്പുരാൻ അവരെ നന്നായി പരീക്ഷിക്കുകയാണ്. ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു പ്രാഞ്ചേച്ച. ഇവിടെ ഇല്ലെങ്കിലും ഇവിടുത്തെ വിവരങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റഡ് ആണ്. നാട്ടിലുള്ള ഇസയുടെ ബന്ധുക്കൾ എന്നെ കാര്യങ്ങളൊക്കെ അപ്പം അറിയിക്കുന്നുണ്ടായിരുന്നു. ജോസൂട്ടിക്കിപ്പോ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നേ ഇപ്പൊ പറയാൻ പറ്റൂ. പാപം ചെയ്തു പോയതിൽ നിന്ന് മാനസാന്തരം വന്നു. നല്ലവനായി മാറാൻ തുടങ്ങുമ്പോൾ തന്നെ ചെയ്ത പാപങ്ങൾക്കൊക്കെ കൂലി പോലെ. ജോസൂട്ടിയുടെ ഈ മാറ്റം സത്യസന്ധമാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ വെച്ചോ. സംശയം അവനവനിലെ വിശ്വാസത്തെ ഊതിക്കെടുത്തുന്ന കാറ്റാണ് കുഞ്ഞെ. മനസ്സിൽ ഇരുട്ടല്ലാതെ അത് മറ്റൊന്നും നിറയ്ക്കുന്നില്ല. നിന്നോട് കൂടെയുള്ളവരെ നീ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിന്നിൽ അവനും വിശ്വാസമുണ്ടാകൂ എന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിനെ സാക്ഷിയാക്കി കുമ്പസാരിച്ച ജോസുകുട്ടി ഒരു നല്ല മനുഷ്യന്റെ തുടക്കം ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് നമുക്കവനെ വിശ്വസിക്കാം. ഇപ്പോഴൊന്നും നാട്ടിലേക്ക് മടങ്ങി വരണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ എന്റെ കുഞ്ഞിനെ ഗായത്രിയുടെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് ആരോ തട്ടിക്കൊണ്ടു പോയിന്ന് ഞാൻ അറിഞ്ഞു. പ്രാഞ്ചേച്ചൻ അറിയാലോ, ഇനി എനിക്ക് സ്വന്തമെന്ന് പറയാൻ എന്റെ മോള് മാത്രമേ ഉള്ളൂ. അവളെ കൂടി നഷ്ടപ്പെടാൻ എനിക്ക് വയ്യച്ചോ. മോളെ കാണാനില്ലെന്ന് അറിഞ്ഞത് മുതൽ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അലൻ ഭയങ്കര ബഹളമായിരുന്നു. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലെന്ന് അറിയാവുന്നത് കൊണ്ടാ ഞാൻ കൂടി വന്നത്. പ്രാഞ്ചേച്ച, എനിക്കെന്റെ മോളെ വേണം. എന്ത് ചെയ്തിട്ടായാലും അവളെ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. എന്തും ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറാ. പക്ഷേ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഗൗരി അവളെ സുരക്ഷിതമായി നോക്കുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാ ഞാൻ ഇവിടം വിട്ടത്. അവളെ അടുത്ത് കാണാനും കൊഞ്ചിക്കാനും ഒന്നും കഴിഞ്ഞില്ലെങ്കിലും എപ്പോഴും അവൾ എനിക്കറിയാവുന്നവരടുത്ത് വളരുന്നുണ്ടല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ മോളെ കാണാനില്ലെന്നറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പ്രാഞ്ചിയച്ച. എനിക്ക് എന്റെ മോളെ രക്ഷിച്ചേ പറ്റൂ. അതിനു വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ പോകാൻ വരട്ടെ.
മിസ്സസ്, നിന്റെ പരീക്ഷണങ്ങളിൽ ഞാൻ ഭയചകിതനാകുന്നില്ല. ആ കുഞ്ഞ് എന്റെ പക്കൽ എത്തിയപ്പോൾ തന്നെ അവനെ നീ മടക്കി തന്നതിൽ നിന്റെ പരീക്ഷണങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സങ്കീർണമായ ഈ സമയത്ത് യുക്തിപൂർണമായ ഈ തീരുമാനമെടുക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. എന്നിൽ നിന്ന് അനുഗ്രഹമുണ്ടാകണമേ.